ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുട്ടീസിൻ്റെ ഫേവറേറ്റ് ഡിഷായിട്ടുള്ള ചിക്കൻ നഗറ്റ്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു 300 ഗ്രാം ബോൺലെസ് ചിക്കൻ മിൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു ഫുഡ് പ്രോസസ്സർ ഉപയോഗിച്ച് മിൻസ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിൽ 2-3 തവണ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയോ ചെയ്താൽ മതി. ഒട്ടും വെള്ളം ചേർക്കരുത്. ഇത് വേവിക്കാതെയാണ് മിൻസ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇതിലേക്ക് ആദ്യം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇനി 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. മുളക് പൊടിക്ക് പകരമായി 1/2 ടീസ്പൂൺ കൂടി കുരുമുളക് പൊടി ചേർത്താലും മതി. ഇനി 1/2 ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചത് ചേർക്കാം, അല്ലെങ്കിൽ ഗാർലിക് പൗഡർ 1/2 ടീസ്പൂൺ ചേർത്താലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇവയെല്ലാം കൂടെ കൈകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. പൊടികളെല്ലാം എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറേശ്ശെ എടുത്ത് നഗറ്റ്സിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. 2 കൈയിലും അല്പം വെള്ളം തടവിയതിന് ശേഷം ചെയ്താൽ കയ്യിലൊന്നും അധികം ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് ഷേപ്പാക്കി എടുക്കാൻ സാധിക്കും. ഞാൻ വളരെ ചെറിയ നഗറ്റ്സാണ് തയ്യാറാക്കുന്നത്. നഗറ്റ്സിൻ്റെ വലിപ്പവും ഷേപ്പും ഒക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇത് ഞാൻ ചെറിയൊരു ഹാർട്ട് ഷേപ്പിലാണ് തയ്യാറാക്കുന്നത്. പല ഷേപ്പുകളിൽ ഇതുപോലെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ നഗറ്റ്സ് എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു കോട്ടിംഗ് നൽകാം. അതിനു മുമ്പായി ഇത് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ചൂടാക്കാനായി വയ്ക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിനി ചൂടാവട്ടെ. അപ്പോഴേക്ക് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന നഗറ്റ്സ് നമുക്ക് ആദ്യം അല്പം കോൺഫ്ലവറിലൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി മുട്ടയുടെ വെള്ളയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ നഗറ്റ്സും തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് കോൺഫ്ലവറും 1/2 കപ്പ് ബ്രെഡ് ക്രംസും 2 മുട്ടയുടെ വെള്ളയുമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ നഗറ്റ്സും കോൺഫ്ലവറിലും മുട്ടയിലും ബ്രെഡ് ക്രംസിലും റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാം. ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ തീയിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ, കാരണം ചിക്കൻ നമ്മൾ വേവിക്കാത്തതാണ്. അതുപോലെ തന്നെ തീ കൂട്ടി വെച്ചാൽ ഇതിൽ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിനി ഒരു വശം ഫ്രൈ ആകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു വശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഓരോന്നും തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ വശം കൂടെ ഫ്രൈ ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നഗറ്റ്സ് 2 വശവും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇനി ബാക്കിയുള്ള നഗറ്റ്സ് കൂടെ ഫ്രൈ ചെയ്തെടുക്കാം.
ഒരു വശം ഫ്രൈ ആയിട്ടുണ്ട്, തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതും ഫ്രൈ ആയിട്ടുണ്ട്. ഇത് പാനിൽ നിന്ന് മാറ്റാം. ഇതിന് ചൂടോട് കൂടെ ടൊമാറ്റോ കെച്ചപ്പിനൊപ്പം സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഉണ്ടാക്കാൻ വളരെ ഈസി ആയിട്ടുള്ളതുമായ ഒരു റെസിപ്പിയാണ്. എല്ലാവരും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അഭിപ്രായം അറിയിക്കുക. താങ്ക്